യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമമനുസരിച്ച് 2-3 പറവീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അതെവിടെ നിന്നുവെന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞ് ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ എന്നവനോട് പറഞ്ഞു. യേശു ഇതിന് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാം ഏവരും ഈ വർഷത്തെ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വർഷത്തെ നോയമ്പ് സഭയ്ക്കും സമൂഹത്തിനും ഒരു ഉണർവായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നോമ്പിൻ്റെ തുടക്ക ഞായറാഴ്ചയായ കൊത്തിനെ ഞായറാഴ്ച കർത്താവായ യേശു ക്രിസ്തു പച്ചവെള്ളത്തെ പുതുവീഞ്ഞാക്കി മാറ്റിയ അടയാളത്തിൻ്റെ ആരംഭവും കർത്താവിൻ്റെ പരസ്യമായ ശുശ്രൂഷയുടെ അനുഭവമാണ്. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഒരു വിവാഹ വീട്ടിലെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് വീഞ്ഞ്. വിവാഹത്തിന് അവർ ധാരാളമായി വീഞ്ഞ് കരുതി വയ്ക്കും. അങ്ങനെയെങ്കിൽ നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എങ്ങനെ ആ ഭവനത്തിൽ വീഞ്ഞു തീർന്നുപോയി? സുറിയാനി പിതാക്കന്മാർ കൊത്തിനെ ഞായറാഴ്ചയുടെ സന്ധ്യയുടെ പ്രമിയോൻ സെദറായിൽ ഇപ്രകാരം പറയുന്നു: സകലവിധ അത്ഭുതങ്ങളും നിറഞ്ഞ നിന്റെ പ്രവർത്തനത്തിന് അവസരമുണ്ടാകുമാറ് നിന്റെ ആംഗ്യം വീഞ്ഞിൻ്റെ പാത്രങ്ങളെ ഒഴിവാക്കിയതിനാൽ അവയിൽ വീഞ്ഞില്ലാതായി തീർന്നു. യേശുക്രിസ്തുവിനെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട ആ ഭവനത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ അന്തരീക്ഷം കർത്താവിന് നിരക്കാത്തതായിരുന്നു. അവിടെ ആട്ടവും നൃത്തവും പാട്ടും ശബ്ദവും അങ്ങനെ ലൗകികമായ ഒരന്തരീക്ഷമായിരുന്നു. അതുകൊണ്ടായിരിക്കാം കർത്താവ് അവിടുത്തെ വീഞ്ഞിനെ തീർത്തു കളഞ്ഞത്. വീഞ്ഞ് തീർന്നപ്പോൾ അവിടുത്തെ അന്തരീക്ഷവും മാറി. എല്ലാവരും ദുഃഖത്തിലായി. എന്നാൽ കർത്താവിൻ്റെ വീണ്ടുമുള്ള ആ ഇടപെടലുകൾ കൊണ്ട് ശുശ്രൂഷക്കാർ കൽപ്പാത്രങ്ങളെ നിറച്ചുവെച്ച പച്ചവെള്ളത്തെ മേൽത്തരമായ വീഞ്ഞാക്കി മാറ്റി. ലൗകികമായ അന്തരീക്ഷത്തിന് ദൈവസ്തുതിയുടെ അന്തരീക്ഷത്തിലേക്ക് മാറി. നോയമ്പിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പഴയ വീഞ്ഞിനെ മാറ്റി പുതുവീഞ്ഞിനെ സൃഷ്ടിക്കുക എന്നതാണ്. നമ്മുടെ ബലഹീനമായ ശരീരത്തിൽ നോമ്പ് അനുഷ്ഠിച്ച് ഒരു യുദ്ധം തുടങ്ങുകയാണ്. സാത്താനെ തോൽപ്പിച്ച് പരിശുദ്ധാത്മ അഭിഷേകത്തിൽ ജീവിക്കുവാൻ ഈ നോമ്പ് കാലം നമുക്ക് ഇടയാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ ഈ പരിശുദ്ധ നോയമ്പ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ഹൃദയപ്രകാരം കാനാവിലെ കല്യാണ വിരുന്നിൽ പഴയ വീഞ്ഞിനെ ഇല്ലായ്മ ചെയ്തതുപോലെ പുതുവീഞ്ഞാക്കി മാറ്റിയതുപോലെ ഈ നോമ്പ് കാലവും കർത്താവിൻ്റെ ഹൃദയപ്രകാരം നമ്മിലെ പഴയതിനെ മാറ്റി പുതുതായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. നോമ്പിൻ്റെ അനുഭവം എന്ന് പറയുന്നത് പുതു സൃഷ്ടിയാകുക എന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിൽ നടക്കേണ്ടതായ ദിനങ്ങളാണ് നോമ്പുകാലം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുവാൻ, ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.